മണിച്ചേട്ടൻ്റെ ലൈവ് സ്റ്റേജ് പ്രോഗ്രാമിന് ഞാൻ കുറെ വായിച്ചിട്ടുണ്ട്. ലോക എന്നുള്ള സിനിമയിൽ റീ റെക്കോർഡിങ്ങിന് വായിക്കാം. റീ റെക്കോർഡിങ് പശ്ചാത്തല സംഗീതം, ജോൺസൺ മാഷിന്റെ പാട്ടുകൾ. ഞാനൊരു ഡ്രമ്മർ ആണെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ജോൺസൺ മാഷിന്റെ പാട്ടുകൾ. കണ്ണ് തുറന്ന് എഴുന്നേറ്റ് വരുമ്പോൾ കാണുന്ന ഒരു കാഴ്ച. Welcome back to Sam's Talks. We are delighted to have Mr. Binish Balan. He is a talented rhythm artist with experience in drums, rhythm pads, studio recording, stage performance, film music and many more. We are excited to learn more about your journey and experience. Cheta, welcome to our show. Thank you. സംഗീത രംഗത്ത് വർഷങ്ങളായി തന്റെ കഴിവും സമർപ്പണവും കൊണ്ട് ശ്രദ്ധേയനായ ഒരു ഡ്രമ്മർ, പെർക്കഷനിസ്റ്റ്, റിതം പ്രോഗ്രാമർ മിസ്റ്റർ ബിനീഷ് ബാലൻ. ഡ്രംസ്, റിതം പാഡ്, സ്റ്റേജ് ഷോകൾ, സ്റ്റുഡിയോ റെക്കോർഡുകൾ, റിതം പ്രോഗ്രാമിംഗ് തുടങ്ങിയ സംഗീതത്തിന്റെ വിവിധ മേഖലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. നിരവധി പ്രമുഖ ഗായകരോടും സംഗീത സംവിധായകരോടും ചേർന്ന് പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ സംഗീതയാത്ര വളരെ ഇൻസ്പയറിംഗ് ആണ്. പ്രിയപ്പെട്ട ബിനീഷ് ബാലന് സാംസ് ടോക്സിന്റെ വേദിയിലേക്ക് സ്വാഗതം. ചേട്ടാ, സംഗീത ലോകത്തേക്ക് ചേട്ടൻ എങ്ങനെയാണ് എത്തിപ്പെട്ടത്? കുഞ്ഞിലേ മുതൽ അതിനോടൊരു താല്പര്യം ഉണ്ടായിരുന്നോ? ആക്ച്വലി എൻ്റെ വീട്ടിൽ ഫാമിലി എല്ലാവരും, അമ്മ മ്യൂസിക് ടീച്ചറായിരുന്നു, അമ്മ ഗവൺമെൻറ് സ്കൂൾ ടീച്ചറായിരുന്നു. അമ്മയുടെ ഫാമിലി എല്ലാവരും ഇങ്ങനെ മ്യൂസിക്കായിട്ട് ഉള്ള ആൾക്കാരാണ്. ചിറ്റപ്പൻ കലൂർ ബാലൻ എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടറാണ്, കീബോർഡാണ്. അങ്ങനെ മ്യൂസിക് ഫാമിലി ആണെങ്കിലും എന്നെ ഈ മ്യൂസിക്കിലേക്ക് ഇറക്കാൻ ഇവർക്ക് താല്പര്യം ഉണ്ടായില്ല. പക്ഷെ എൻ്റെ ചെറുപ്പത്തിൽ ഞാനൊരു 4-5 വയസ്സുള്ള സമയത്ത് എൻ്റെ വീട്ടിൽ, എൻ്റെ അച്ഛൻ ജോലിക്കാരാണ്, എന്നാലും പുള്ളിക്ക് ഇതിനോടൊക്കെയുള്ള താല്പര്യമുള്ളതുകൊണ്ട് പുള്ളി അന്ന് ഒരു 77 ആ സമയത്തൊക്കെ ഒരു ബാലെ ട്രൂപ്പ് തുടങ്ങി. അന്ന് ബാലയൊക്കെ ഡിമാൻഡുള്ള സമയം. അപ്പം അനിയത്തിയുടെ പേരിലാണ് ബാലെ ട്രൂപ്പ്, സ്വപ്ന നൃത്തവേദി ഉദയം പേരു എന്ന് പറഞ്ഞ ബാലെ ട്രൂപ്പ്. അപ്പം ഒരു ബാല എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, അതിൻ്റെ പ്രാക്ടീസ്, അതിൻ്റെ കട്ടൗട്ട്, അതിൻ്റെ ഡിസൈനിങ് എല്ലാം വീട്ടിൽ നടക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കിടന്നാണ് ഞാൻ വളരുന്നത്. അപ്പോൾ കലാകാരന്മാർ, പാട്ട് കമ്പോസ് ചെയ്യുന്നവർ, മ്യൂസിക് കമ്പോസ് ചെയ്യുന്നവർ, സിംഗേഴ്സ്, ഓർക്കസ്ട്രക്കാർ, അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കിടന്ന് ഞാൻ ഇതൊക്കെ കണ്ടു വളർന്നപ്പം സ്വാഭാവികമായിട്ടും ബ്ലഡിലുണ്ട്, എന്നാലും ഇതിനോട് ഭയങ്കര താല്പര്യമുണ്ട്. അപ്പോൾ ഞാനിപ്പോഴും ഇതിൻ്റെ ഇതിലൊക്കെ പോയി തൊട്ടങ്ങ് നോക്കും. പക്ഷെ വീട്ടുകാർക്ക് ഈ മേഖലയിലേക്ക് വിടാൻ അങ്ങനെ താല്പര്യം ഉണ്ടായില്ല. വെച്ചാൽ അവർ നോക്കുമ്പോൾ പഠിച്ച് ജോലിക്ക് എവിടെയും കയറുക എന്നുള്ള സംഭവമാണ് അവർ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഇത് ഇങ്ങനെ കിടക്കുവാണല്ലോ. അപ്പോൾ ചെറുപ്പത്തിലൊന്നും തന്നെ ഇതിലേക്കൊന്നും അടുപ്പിച്ചില്ല. നമ്മൾ തനിയെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഒരു പ്രായമൊക്കെ ആയപ്പോൾ, ഒരു 9th ഒക്കെ ആയപ്പോഴാണ് നമുക്ക് അങ്ങനെ ഒരു ചേരണം എന്നൊരാഗ്രഹം. ഞാനിങ്ങനെ സ്ഥലത്ത് പോയി ചേർന്നു. കലാഭവൻ സേവ്യർ എന്ന് പറഞ്ഞ ഡ്രംസ് ഒരു സാറിൻ്റെ അടുത്ത് ഞാൻ ചേർന്നപ്പോൾ എൻ്റെ അച്ഛൻ പറഞ്ഞു, അത് അങ്ങനെ തമാശയ്ക്ക് ചേരേണ്ട കാര്യങ്ങളല്ല, അത് എൻ്റെ ചെയ്യുമ്പോൾ എൻ്റെ ഗൗരവത്തിൽ തന്നെ ചെയ്യണം. അപ്പോൾ സാറിനോട് വീട്ടിൽ വരാൻ പറ്റി വന്ന് ഞാൻ ദക്ഷിണയൊക്കെ വെച്ച് ചേർന്ന് അങ്ങനെയാണ് ഞാൻ ഇത് പഠിച്ച് ഈ ഇതിലേക്ക് വരണത്. അപ്പോഴും അച്ഛൻ പറഞ്ഞു, നീ ഇതൊരു പ്രൊഫഷനാക്കി എടുക്കണ്ട, ജോലിക്ക് എവിടെയെങ്കിലും കയറാനുള്ള നോക്കുന്നത് വെച്ചാൽ ഇതും കൊണ്ടൊക്കെ അങ്ങനെ ജീവിക്കാൻ പറ്റുമോ, അന്നത്തെ കാലഘട്ടത്തിലൊരു സ്ഥിതി അതൊക്കെയാണ്. അപ്പം ഞാൻ ഇതിനുള്ള ഒരു താല്പര്യം കൊണ്ട് ഞാൻ പിന്നെ അത് വിട്ടില്ല ഫുൾ ടൈം. അപ്പോഴും വീട്ടിൽ ഡ്രംസ് ഒന്നും വാങ്ങിച്ചതില്ല, ഡെയിലി ക്ലാസ്സിൽ പോയി പ്രാക്ടീസ് ഒക്കെ ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ പഠിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് പിന്നെ ട്രൂപ്പിൽ വായിക്കണം എന്നൊരു ആഗ്രഹമൊക്കെ തോന്നുമല്ലോ. നമുക്കൊരു പറഞ്ഞതൊക്കെ ഒരു 88-89 കാലഘട്ടങ്ങളാണ്. അങ്ങനെ ഭയങ്കര ആഗ്രഹമായിട്ടൊക്കെ ഇറങ്ങിയ സമയത്ത് നമ്മളിങ്ങനെ, അപ്പോൾ നമ്മൾക്ക് അന്നത്തെ ഒരു കാഴ്ചപ്പാട് നമുക്ക് എത്താവുന്ന ലോകം എറണാകുളം വരെയാണ്. ഇപ്പോഴുള്ള മൊബൈലുള്ളത് നമുക്ക് ലോകം മുഴുവൻ കാണാമല്ലോ. അന്ന് നമ്മളുടെ ഏറ്റവും വലിയ സ്ഥലം എന്ന് പറഞ്ഞാൽ എറണാകുളമാണ്. എറണാകുളത്തുള്ള പ്രൊഫഷണൽ ട്രൂപ്പിലൊക്കെ വായിക്കുക എന്നുള്ള ഭയങ്കര ഒരു ആഗ്രഹം തരും. പക്ഷെ അങ്ങോട്ട് എത്തിപ്പെടാനുള്ള വഴികളൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു കസിന് കൂടെയുള്ള ശൈലേഷ് എന്ന് പറഞ്ഞൊരു ഫ്രണ്ടിൻ്റെ ട്രൂപ്പിലാണ് ആദ്യമായിട്ട് ഒന്ന് വായിച്ച് നോക്കാൻ വേണ്ടി വിളിക്കുന്നത്. അവിടെ ചെന്ന് വായിച്ചു. അതിനുമുമ്പ് ഒരു ക്രിസ്ത്യൻ ഡിവോഷണൽ ബാൻഡിൽ വായിച്ചിരുന്നു, ഗ്രേസ് മെലഡീസ് കൊണ്ട്. അതൊരു ഗാനമേളയുടെ ബന്ധമില്ല, അതറിയാലോ, ഡിവോഷണൽ ഒരു വേറെ രീതിയാണ്. ഗാനമേള എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ ഒരു സ്റ്റേജ് വേറെ രീതിയാണ്. വെച്ചാൽ നമ്മൾ നന്നായിട്ട് ചെയ്തില്ലെങ്കിൽ പ്രശ്നമായിരിക്കും, അറിയാലോ. അപ്പം ആ ട്രൂപ്പിൽ വായിക്കാൻ വിളിച്ച് അവിടെ ചെന്ന് ആദ്യമായിട്ട് ഞാനൊന്ന് ഇങ്ങനെ വായിച്ച് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ കൊച്ചിൻ ബീറ്റേഴ്സ് എന്ന് പറഞ്ഞ KG പോളിൻ്റെ ട്രൂപ്പിലേക്ക് എന്നെ വിളിച്ച്. അതായത് അധികം വൈകിയില്ല, പെട്ടെന്ന് തന്നെ. അന്ന് എനിക്ക് അധികം പ്രായമില്ല, 19-20 കഷ്ടിയുള്ളൂ. ആ സമയത്ത് കൊച്ചിൻ ബീറ്റേഴ്സിൽ ഞാൻ ചെന്ന് അന്ന് തുടങ്ങിയ ഈ പ്രൊഫഷണൽ ഒരു മേഖലയിൽ കൊച്ചിയിലൊരു മെയിൻ ഒരു ടീമിൽ ചെന്ന് പിന്നെ നമ്മൾ അങ്ങനെയുള്ള കണക്ഷനിൽ കൂടെ അങ്ങനെ യാത്ര ചെയ്യാൻ തുടങ്ങി. സംഗീത മേഖലയിൽ ഇൻസ്ട്രുമെന്റ്സിന് ഇത്രയധികം ഓപ്ഷൻസ് ഉണ്ടായിട്ടും ചേട്ടൻ ഡ്രംസ് എന്ന് പറയുന്ന ആ ഒരു ഇൻസ്ട്രുമെന്റിലോട്ട് വരാൻ എന്തായിരുന്നു കാരണം?
ഡ്രംസിലേക്ക് എത്തിപ്പെടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് കുഞ്ഞിലോടെ എനിക്ക് ഇതെല്ലാം ഭയങ്കര ആഗ്രഹമാണ്. ഞാനിതെല്ലാം കണ്ടുകൊണ്ട് തബലയുണ്ട്, തബല പഠിക്കണം, കോങ്കോട്ടമുണ്ട്, അത് പഠിക്കണം, കീബോർഡ്, പാട്ട് ഭയങ്കര ആഗ്രഹമാണ്. പക്ഷെ വീട്ടുകാരതിലേക്കൊന്നും വിടണില്ല. അവര് ജോലിക്ക്, അപ്പൊ അന്ന് അച്ഛൻ്റെ കൂടെ ജോലിക്ക് കയറാം, അന്ന് മക്കളെ ജോലിക്ക് കയറ്റാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ. അപ്പോൾ അവരാ ഇതാണ് പ്ലാൻ ചെയ്യണത്. അപ്പം പിന്നെ ആണുങ്ങൾക്ക് പൊതുവെ ആൺകുട്ടികൾക്ക് എപ്പോഴും ഈ ഡ്രംസ് ഒരു ഇച്ചിരി വീക്ക്നെസ് ആയിരിക്കും. അങ്ങനെ എനിക്ക് ഗിറ്റാർ പഠിക്കണം, വയലിൻ പഠിക്കണം ഒക്കെ ഭയങ്കര ആഗ്രഹമാണ്. അങ്ങോട്ടൊന്നും വിടാഞ്ഞ് ഇങ്ങനെ ആഗ്രഹിച്ച് അന്വേഷിച്ച് നടക്കുമ്പോഴാണ് സേവ്യർ സാറിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് തൃപ്പൂണിത്തുറയുണ്ടെന്ന് അറിയണത്, കൊച്ചിൻ വേവ്സ്. അപ്പം ഞാൻ അങ്ങനെ അവിടെ ചെന്ന് ചേരണം അതിലേക്ക്. അപ്പം അത് അതിനോടൊരു ഇഷ്ടം കൂടുതലുണ്ടായിരുന്നു. പിന്നെ ഗാനമേളയ്ക്കൊക്കെ കേൾക്കാൻ പോകുമ്പോൾ, നമ്മളന്ന് ചെറുപ്പത്തിൽ ഗാനമേളകൾ കേൾക്കാൻ പോകുമ്പോൾ ഈ ഡ്രംസ് ആണല്ലോ ഇങ്ങനെ തിളങ്ങി നിൽക്കണത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ആമ്പിള്ളേർക്ക് അതിനോടൊരു ഇഷ്ടം കൂടുതലായിരിക്കും. അങ്ങനെ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് പോയി ചേർന്നതുകൊണ്ടും പിന്നെ അതിനോടൊരു ഇഷ്ടം കൂടുതലുള്ളതുകൊണ്ടും അങ്ങനെ ഡ്രംസിലേക്ക് എത്തിപ്പെട്ടതാണ്. ചേട്ടൻ ബീറ്റേഴ്സിൽ വർക്ക് ചെയ്തതിനെ പറ്റി പറഞ്ഞല്ലോ, അതിനുശേഷം ഏതൊക്കെ ട്രൂപ്പുകളിൽ ചേട്ടൻ വർക്ക് ചെയ്തിട്ടുണ്ട്? ഞാൻ ബീച്ചേഴ്സിൽ എത്തിപ്പെടുന്നത് ഒരു 89-90 കാലഘട്ടങ്ങളിലാണ്. അപ്പോൾ 89, 90, 91, 92 ഇത്രയും വരെയാണ് ബീച്ചേഴ്സിൽ. അപ്പോൾ 92 എനിക്കൊന്ന് പഠിക്കാൻ പോകണമെന്ന് തോന്നി. ഞാനങ്ങനെ ഓട്ടോമൊബൈൽ ഡിപ്ലോമയ്ക്ക് ചേർന്നു കോട്ടയത്ത്. അപ്പോഴും മനസ്സിവിടെ കിടക്കുകയാണ്. അപ്പോൾ ബീച്ചേഴ്സ് ഞാൻ പതുക്കെ വിട്ടു, എന്നിട്ടാണ് പഠിക്കാൻ ചേർന്നത്. പക്ഷെ വീണ്ടും ഇടയ്ക്ക് മറ്റുള്ള ട്രൂപ്പുകാർ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ക്ലാസ് പോകാത്ത രീതിയിൽ ഞാൻ വന്ന് മറ്റുള്ള ട്രൂപ്പുകാരൊക്കെ സഹകരിക്കുന്ന സമയത്ത് പിന്നെ ഓസ്കാർ, പിന്നെ ഇടയ്ക്ക് കലാഭവനിൽ ക്ലാസ് എടുക്കാനൊക്കെ പോയിരുന്നു. പിന്നെ മെലഡീസ്, ഹരിശ്രീ എല്ലായിടത്തും ഞാൻ അങ്ങനെ ഒന്ന് വായിച്ചിട്ടുണ്ട്. സ്ഥിരമായിട്ട് പിന്നെ കുറേ ആൾ വായിച്ച CACയിൽ വായിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ പിന്നെ കുറേ ഏഞ്ചൽ ലൂയിസ്, മൂവാറ്റയുടെ ഏഞ്ചൽ ലൂയിസിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ട്രൂപ്പുകൾ ഞാൻ ഒരു 2002 ഞാൻ പതിയെ ട്രൂപ്പ് പ്രോഗ്രാംസ് ഒക്കെ ഞാൻ പതിയെ നിർത്തി, അടുത്തൊരു മേഖലയിലേക്ക് കടന്നു. ഇത്ര അധികം ട്രൂപ്പുകളിൽ വർക്ക് ചെയ്ത് നല്ല രീതിയിൽ ചേട്ടൻ മികച്ചു നിന്ന സമയത്ത് എന്തുകൊണ്ടാണ് ആ ഒരു ചേഞ്ച്, ഒരു പ്രൊഫഷൻ മാറാൻ ഉണ്ടായ കാരണം? മാറാനുള്ള കാരണം എന്ന് വെച്ചാൽ ഞങ്ങളുടെ ആ സമയത്ത് പ്രോഗ്രാം എവിടെ ചെന്നാലും ഒരു ബഹളങ്ങൾ കാണാൻ തുടങ്ങി. ബഹളം വെച്ചാൽ അടി, നാട്ടുകാർ തമ്മിലുള്ള പ്രശ്നം, ഇതെല്ലാം നമ്മളെ ബാധിക്കുന്ന ഒരു രീതിയിൽ വന്നപ്പോൾ എനിക്ക് പേടിയാ ശരിക്കും. ഞാൻ വെച്ചാൽ സ്റ്റേജിലേക്ക് ഇതിന്റെ നാട്ടുകാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ പാർട്ടിക്കാർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മളെ ബാധിക്കാൻ ഞാൻ ഒരു 2002 പതിയെ ട്രൂപ്പ് വിട്ടിട്ട് ഞാൻ മാറിയത് വേറെ കൊണ്ടല്ല. എനിക്ക് അതുപോലെ ഒരു ഇൻട്രസ്റ്റ് വേറെ സംഭവം സ്റ്റുഡിയോ എന്നൊരു സംഭവം. ഈ സ്റ്റുഡിയോയിലേക്ക് വരുന്നതിന് മുമ്പ് അതിന്റെ മുമ്പിലുള്ള കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ഈ ഡ്രംസ് വായിച്ച് തുടങ്ങിയെന്ന് പറയല്ല 1990 ഒരു 92 ആയപ്പം ഇതിന്റെ ഇലക്ട്രോണിക്സ് ഒരു എക്യുപ്മെന്റ്സ് വന്നു. സ്റ്റേജിൽ ഒരു റിതം മെഷീൻ വന്നു. അന്ന് DR550 എന്നൊക്കെ ചെറിയൊരു മെഷീനാണ് വന്നത്. വീണ്ടും ഒരു 93 ആയപ്പോൾ അതിന്റെ പുതിയൊരു R5, അതിന്റെ R8 എന്നൊക്കെ സാധനം വന്നപ്പോൾ അതിനോട് ഇൻട്രസ്റ്റ് ഞാൻ പതിയെ അതിലേക്ക് മാറി. അപ്പൊ നമ്മളൊരു കോമ്പാക്റ്റ് ആയിട്ടുള്ള സാധനം, മറ്റു ഡ്രംസ് വേണ്ട. ആ മാറിയ സമയത്ത് കുറെ നാളത്തേക്ക് പിന്നെ ഡ്രംസ് സ്റ്റേജിൽ ഇല്ലാത്തൊരവസ്ഥ ഉണ്ടായി. അപ്പൊ ഞാൻ കുറെ നാൾ ഈ റിതം പ്രോഗ്രാമിങ്, ഈ R8 എന്ന് പറഞ്ഞ മെഷീനിലുള്ള പ്രോഗ്രാമിംഗ് ഒക്കെ ആയിട്ടാണ് ഞാൻ ഏഞ്ചൽ ലൂയിസിൽ CAC അങ്ങനെ എല്ലായിടത്തും ഞാൻ അതാണ് വായിച്ചിരുന്നത്, ഡ്രംസ് അല്ല. വീണ്ടും അപ്പൊ ഇതിന്റെ പോണ സമയത്താണ് കമ്പ്യൂട്ടറിൽ പ്രോഗ്രാമിങ് ചെയ്യണമെന്നൊക്കെ നമ്മൾ കേട്ടു തുടങ്ങിയത്. ഒരു 98, 99 അപ്പോൾ അതിനോടുള്ള ഇൻട്രസ്റ്റ് കാരണം ഞാൻ അത് പിടിച്ചപ്പോഴാണ് ഈ റെക്കോർഡിങ്ങിനൊക്കെ വായിക്കാൻ തുടങ്ങി ചെറിയ. അപ്പൊ എനിക്ക് സ്റ്റുഡിയോ എന്നുള്ള സംഭവം എനിക്കൊരു ഭയങ്കര ആഗ്രഹം കയറി. അപ്പൊ 2002 ഞാൻ ഈ സിസ്റ്റവും സംഭവമൊക്കെ വെച്ചിട്ട് ഞാൻ സ്റ്റുഡിയോ ആണ് സ്റ്റാർട്ട് ചെയ്തത്, റെക്കോർഡിംഗ് സ്റ്റുഡിയോ തന്നെ. അപ്പൊ ഞാൻ സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടൊന്നുമില്ല, ഇത് ഇത്രയും വർഷത്തോളം എക്സ്പീരിയൻസ് വെച്ചാൽ ഞാനൊരു സൗണ്ട് എഞ്ചിനീയർ ആയതാണ് സ്റ്റുഡിയോയിൽ. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു സ്റ്റുഡിയോ എന്നുള്ളത്. അങ്ങനെ സ്റ്റുഡിയോയൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ ഈ ലൈവ് പ്രോഗ്രാം ഒക്കെ വിട്ടിട്ട് ഞാൻ വീണ്ടും സ്റ്റുഡിയോയിൽ അങ്ങനെ ഒരു 2002 തുടങ്ങി സ്റ്റുഡിയോയിലോട്ടൊക്കെ ഒതുങ്ങി. റെക്കോർഡിങ്, പ്രോഗ്രാമിംഗ് എന്ന് പറയും. പ്രോഗ്രാമിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പല പാട്ടുകളുടെയും പ്രോഗ്രാമിംഗ് നമ്മൾ ചെയ്യണത് ഇങ്ങനെ കമ്പ്യൂട്ടർ വെച്ചാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു മേഖലയിലേക്ക് മാറിയത്. പൂർണ്ണമായിട്ടും സ്റ്റേജ് ഷോയിൽ നിന്ന് ഒഴിവായി നിൽക്കുകയായിരുന്നു. പൂർണ്ണമായിട്ടെന്ന് അങ്ങനെ പറയാം. ഒരു 2002 തുടങ്ങി ഞാനൊരു 2010 വരെ ഞാൻ ഏകദേശം അതിൽ നിന്ന് ഞാൻ അങ്ങനെ വിട്ടു നിന്നു. 2010 വീണ്ടും എന്നെ സ്റ്റേജിലേക്ക് എന്നെ വിളിക്കുന്നതും അങ്ങനെ വീണ്ടും ഞാൻ സ്റ്റേജിൽ. അപ്പൊ സ്റ്റുഡിയോ ഉണ്ട്, പ്രോഗ്രാമിംഗിലേക്ക് പ്രോഗ്രാമും ലൈവ് ഒരുമിച്ച് കൊണ്ടുപോകാൻ തുടങ്ങി. ഇറങ്ങി. ആ ഒരു ബ്രേക്കിന് ശേഷം ചേട്ടൻ തിരിച്ചു വന്നത് ആരുടെ കൂടെയായിരുന്നു? അതുപോലെ തന്നെ ആ ഒരു ഗ്യാപ്പിൽ ഉണ്ടായ ഈ മേഖലയിൽ വന്ന വ്യത്യാസങ്ങൾ ഉണ്ടാവുമല്ലോ, അതെന്തൊക്കെയായിരുന്നു? അതൊരു ചലഞ്ചായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഞാൻ തിരിച്ചു വന്നത്, ഞാൻ ഈ സ്റ്റുഡിയോയിൽ ഇങ്ങനെ നമ്മുടെ ഒരു കംഫർട്ട് സോണിൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് ലിനു എന്ന് പറഞ്ഞ നമ്മുടെ സുഹൃത്താണ് വീണ്ടും ചാനൽ പ്രോഗ്രാമിലായിട്ടൊക്കെ എന്നെ വിളിക്കുന്നത്. അപ്പൊ എനിക്ക് ഇത്ര വർഷമായിട്ട് ഡ്രംസ് ഞാൻ സ്വന്തമായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായില്ല, എൻ്റെ ഉണ്ടായില്ല. പോകുന്ന ട്രൂപ്പിൽ ഡ്രം വായിക്കുക എന്നുള്ള അറിഞ്ഞു ചെയ്തത്. അപ്പോൾ ഒരു 2007 ആ സമയത്ത് എപ്പോഴും ഞാൻ ഡ്രം വാങ്ങിച്ചു 2010. അപ്പോൾ ലീനു ആണ് എന്നെ വിളിച്ചേട്ടെന്നാ ഫ്രീ ആണെങ്കിൽ നമ്മുടെ ഈ സ്റ്റുഡിയോയുടെ വർക്കിൻ്റെ ഇടയിൽ കൂടി സമയമുള്ള പോലെ പ്രോഗ്രാമിന് വരാമെന്ന് ചോദിച്ചു. ഞാൻ തമ്മിൽ എനിക്ക് സമയമുണ്ട് പോവാം. അപ്പൊ പണ്ടത്തെ പോലെ ഒരു സ്റ്റേജിൽ നിന്ന് മാറി കുറച്ചുകൂടെ
വലിയ സ്റ്റേജുകളാണ്. അപ്പൊ ഈ പബ്ലിക്കിനിടെ നല്ല പ്രശ്നങ്ങളൊന്നും സ്റ്റേജിലേക്ക് വരില്ല. അങ്ങനെ രണ്ടാമത് വിളിച്ച് ഞാൻ വായിക്കാൻ പോണത് റീമിയുടെ കൂടെയാണ്. റീമി ഞങ്ങൾ ഒന്നിച്ച് ഏഞ്ചൽ വോയിസിൽ ഉണ്ടാവുന്നതാണ്. അതിന് മുന്നേ ഒരു 2000 സമയത്തൊക്കെ റീമി ഏഞ്ചൽ വോയിസിലൂടെ കൂടെ ഒന്നിച്ച് പാടിയിരുന്നതാണ്. അപ്പൊ റീമി ഞങ്ങൾ അങ്ങനെ ഏഞ്ചൽ വോയിസിലുള്ള ഒരു പരിചയമുണ്ട്. അപ്പം ലിനു പറഞ്ഞ ചേട്ടാ അങ്ങനെ ഒന്നിച്ച് എല്ലാമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞാൽ വരാം. അങ്ങനെ ഞാൻ ജോയിൻ ചെയ്യണത് ഈ 113 എന്നുള്ള ഷോയിലാണ്. അതൊരു 2010 തുടങ്ങി ഒരു 2015-16 വരെ ഞാൻ സ്ഥിരം വായിച്ചിരുന്നു. അപ്പൊ റീമിയുടെ സ്റ്റേജ് പ്രോഗ്രാമും അതുപോലുള്ള മറ്റുള്ള ഷോയൊക്കെ ആയിട്ട് ഞാൻ ഡ്രമ്മായിട്ടാണ് ഞാൻ പിന്നെ ഇറങ്ങിയത് വീണ്ടും. അപ്പം അതെനിക്ക് ഒരു ഇഷ്ടമുള്ളൊരു എന്താ പറയുക, നമുക്കൊരു സന്തോഷമുള്ളൊരു മേഖല തന്നെയായിരുന്നു. ഭയങ്കര ഹാപ്പി പരിപാടിയായിരുന്നു. റീമിയുടെ ഷോ നല്ല അറിയാലോ, കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു 2016 വരെ ഞാൻ അങ്ങനെ സ്റ്റുഡിയോയും ഈ ലൈവ് പ്രോഗ്രാമും ഒക്കെ ആയിട്ട് അങ്ങനെ പോണ സമയത്ത് സ്റ്റുഡിയോ പെട്ടത് എനിക്കൊന്ന് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു. അവിടെ തൃപ്പൂണിത്തറയായിരുന്നു സ്റ്റുഡിയോ. അതിനുശേഷം ഞാൻ പിന്നെ വേറൊരു ആളുടെ കൂടെ പിന്നെ കൂടി. വേറെ ഒരു അതിലും ഒരു പ്രശസ്തനായിട്ടുള്ള ആളുടെ കൂടെയാണ് പിന്നെ അത് നമ്മുടെ രാജേഷ് ചേർത്തല എന്നൊരു ഫ്ലൂട്ട് പ്ലെയർ ആണ്. രാജേഷ് ചേർത്തല എന്താ പറയുന്നത്, ഇപ്പൊ ഒരു പ്ലേ ബാക്ക് സിംഗറിനെ നമ്മൾ മലയാളത്തിലുള്ള ആളുകൾ അല്ലെങ്കിൽ കേരളത്തിൽ മാത്രം അറിയുമ്പോൾ രാജേഷിനെ ഇന്റർനാഷണൽ ലെവൽ വരെയും അറിയപ്പെടുന്ന ഒരു പ്ലെയർ ആണ്. അതൊരു ഗാനമേള പോലെ 8 പീസ് ഓർക്കസ്ട്ര ഒന്നുമില്ല. ഞങ്ങളൊരു രാജേഷ്, ഞാൻ, പിന്നെ ഒരു കീബോർഡ് സുമേഷ് ആനന്ദ് സൂര്യൻ, അങ്ങനെ 3 പീസ് ഓർക്കസ്ട്ര എന്നാണ് തുടങ്ങിയത്. അത് അങ്ങനെയുള്ള യാത്രകളിലായിട്ട് പിന്നെ അങ്ങനെ യാത്രകൾ എന്ന് വെച്ചാൽ ഒത്തിരി ട്രിപ്പുകളൊക്കെ ആയിട്ട് അങ്ങനെ യാത്രകളായിരുന്നു. ഞാൻ ഏകദേശം 93 തുടങ്ങി ട്രിപ്പുകൾ പോകുന്നുണ്ട്. ഷോ ആയിട്ട് ഒത്തിരി പ്ലേ ബാക്ക് സിംഗേഴ്സ് അല്ലെങ്കിൽ സ്റ്റാർ നൈറ്റുകളൊക്കെ ആ സമയത്തുണ്ടല്ലോ. അങ്ങനെ ആ സമയത്ത് ഒത്തിരി ഷോയൊക്കെ ആയിട്ട് ഞാനിങ്ങനെ ട്രിപ്പുകൾ ഒത്തിരി പോകുന്നുണ്ടായിരുന്നു. അപ്പൊ രാജേഷിന്റെ കൂടെ കൂടി പിന്നെ അങ്ങനെ രാജേഷിന്റെ കൂടെ ഉള്ള യാത്രകളാന്ന് പറയുന്നത്. ഇത്രയും വർഷത്തെ ഈ സംഗീത യാത്രയിൽ ചേട്ടൻ ഒരുപാട് രാജ്യങ്ങളിൽ ട്രൂപ്പിനും പരിപാടികൾക്കൊക്കെ പോയിട്ടുണ്ടാവും. അതില് ഏറ്റവും മനോഹരമായ രസകരമായ എന്തെങ്കിലും ഓർമ്മകൾ ചേട്ടൻ പങ്കുവെക്കാവോ? ഇപ്പൊ ഞാനൊരു മ്യൂസീഷ്യനായാലും നമുക്കുള്ള ഏറ്റവും വലിയൊരു സന്തോഷം എന്നാണ് നമുക്ക് ഒത്തിരി രാജ്യങ്ങൾ പോകാൻ പറ്റിയെന്നുള്ള. ഒരു ബിസിനസ്സുകാരൻ പോകണമെങ്കിൽ അയാൾ കയ്യിൽ നിന്ന് കാശ് മുടക്കി പോകണം അല്ലേ? നമുക്കത് വേണ്ട. നമ്മളെ കൊണ്ടുപോകാൻ സ്പോൺസേഴ്സ് ഉണ്ട്. ഇവിടെ നിന്ന് വണ്ടി കയറി കഴിഞ്ഞാൽ തിരിച്ചെത്തുന്നവരെയും അവരുടെ ചെലവിൽ നമുക്ക് പോയിട്ട് വരാം. അപ്പൊ ഒത്തിരി രാജ്യങ്ങൾ പോകാൻ പറ്റി എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വലിയൊരു. ഞാൻ ആദ്യം പോയത് സിംഗപ്പൂരാണ് 93-ൽ. അന്ന് തുടങ്ങി എനിക്ക് അതൊരു ദൈവാനുഗ്രഹം തന്നെയാണ്. നമുക്കിവിടെ മിടുക്കൊന്നും പറയാൻ പറ്റില്ല. 93-ൽ സിംഗപ്പൂരാണ് ആദ്യം പോണത്. അതിനുശേഷം ദുബായ്, ബഹ്റൈൻ, മറ്റേ അങ്ങനെയുള്ള രാജ്യങ്ങൾ, നമ്മുടെ മസ്കറ്റ്, UAE, അത് ഇഷ്ടംപോലെ തവണ പോയിട്ടുണ്ട്. പിന്നെ US ഒരു 3 പ്രാവശ്യം, 2004 ആദ്യം പോണത്. അതിനുശേഷം കഴിഞ്ഞ 2023-24 അടുപ്പിച്ച് 2 പ്രാവശ്യം പോയിരുന്നു. പിന്നെ സ്വിറ്റ്സർലൻഡ് പോയിട്ടുണ്ട്, സീഷെൽസ്, അങ്ങനെ കുറെ രാജ്യങ്ങൾ കറങ്ങിയിട്ടുണ്ട്, കാനഡ. ഞങ്ങൾ അങ്ങനെ ഏഞ്ചൽ വോയിസിലൂടെ 2004 USA പോയ സമയത്ത് USA പ്രോഗ്രാംസ് എപ്പോഴും വീക്കെൻഡിൽ നടക്കുള്ളൂ, സാറ്റർഡേ സൺഡേ. ബാക്കി ദിവസങ്ങളിൽ നമ്മൾ ഫ്രീ ആയിരിക്കും, ആരും വരില്ല ഷോ വെച്ച് കഴിഞ്ഞാൽ. അപ്പൊ ഈ ബാക്കി ദിവസം അങ്ങനെ ഫ്രീ വെച്ചാൽ നമ്മൾ ഇങ്ങനെ എന്താ കിടന്നുറങ്ങുക, ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക, ഇതൊക്കെ തന്നെ. സിനിമ കാണുക. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ കാലത്ത് കിടന്നുറങ്ങി കണ്ണ് തുറന്ന് എഴുന്നേറ്റ് വരുമ്പോൾ കാണുന്ന ഒരു കാഴ്ച നമ്മൾ ലൈഫിൽ നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്തൊരു സംഭവം. സ്നോ പെയ്തിട്ട് ഒരു മുട്ടോളം പൊക്കത്തിൽ സ്നോ പെയ്ത് കംപ്ലീറ്റ് ഇങ്ങനെ മൂടി കിടക്കണം. ഭയങ്കര ഒരു കാഴ്ച എന്ന് വെച്ചാൽ നമുക്കത് എങ്ങനെ അത് പറഞ്ഞറിയാം. ഇപ്പോഴും അതിൻ്റെ ഒരു ആ ഒരു സന്തോഷം ഉണ്ടല്ലോ അത് കണ്ടപ്പോഴേ, അത് മനസ്സിലിങ്ങനെ നിൽപ്പുണ്ട്. ന്യൂയോർക്കിലാണ് അത് കണ്ടത്. അത് ഭയങ്കര കാഴ്ചയായിരുന്നു. അത് കാലത്ത് എഴുന്നേൽക്കുമ്പോ ഇങ്ങനെ സ്നോ അങ്ങ് പെയ്തിട്ട് ഒരു മണിക്കൂറിൽ അതൊരു മുട്ടോളം പൊക്കത്തിൽ ഇങ്ങനെ സ്നോ ഫുള്ള്, അതായത് നമ്മൾ നോട്ടെടുത്താ ദൂരത്തോളം ഇങ്ങനെ മരങ്ങളിൽ കൂടെ, കാറ്, എല്ലാത്തും സ്നോ. പക്ഷെ അവിടെയുള്ളൊക്കെ അത് ബുദ്ധിമുട്ടാണ്. എന്നുവെച്ചാൽ ട്രാഫിക്കൊക്കെ ബ്ലോക്ക് ആവും, എല്ലാം പ്രശ്നമാണ്. എയർ മറ്റേ ഫ്ലൈറ്റുകളൊക്കെ പ്രശ്നങ്ങളാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഒരു വലിയൊരു കാഴ്ചയായിരുന്നത്. അതാണ് അങ്ങനെ ഒരു സന്തോഷമുള്ള കാര്യം. അല്ലാണ്ട് ട്രിപ്പിന്റെ ഇടയിലൊക്കെ ഒത്തിരി സന്തോഷിക്കാനുള്ള എല്ലാവരും ഗ്യാങ് ആയിട്ടാണ് പോകുന്നത്. ഇപ്പൊ തമാശകളും സന്തോഷങ്ങളും ചിരിയൊക്കെയാണ് എപ്പോഴും പോയി വരുന്നത്. ഇപ്പൊ റിമി ടോമിയുടെ കൂടെ വർക്ക് ചെയ്ത കാര്യം ചേട്ടൻ പറഞ്ഞു. അതുപോലെ വേറെ ഏതൊക്കെ പ്ലേ ബാക്ക് സിംഗേഴ്സിന്റെ കൂടെ ചേട്ടൻ വർക്ക് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ഓഡിയൻസിന് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യാവോ? ഞാൻ ഈ പ്രൊഫഷണൽ ട്രൂപ്പുകളിലാണ് അങ്ങനെ സ്ഥിരം നിന്നേക്കണം. അതിനുശേഷം ഞാൻ പിന്നെ ഫ്രീലാൻസ് ആയിട്ട് അങ്ങനെ നിൽക്കായിരുന്നു. അതുകൊണ്ട് പിന്നെ സ്ഥിരം ആരെയും കൂടെ അങ്ങനെ വായിച്ചിട്ടില്ല. പക്ഷെ ഞാനിപ്പോ നമ്മുടെ മധു ബാലകൃഷ്ണന്റെ കൂടെ പ്ലേ ചെയ്തിട്ടുണ്ട്. ജോത്സന, ബിജു നാരായണൻ, സിത്താർ, എല്ലാവരുടെയും കൂടെ ഒക്കെ തന്നെ പല ഷോയ്ക്കും പല സ്ഥലത്തായിട്ട് ഞങ്ങൾ കൂടിയിട്ടുണ്ട്. എന്നുവെച്ചാൽ സ്ഥിരം അങ്ങനെ ഇപ്പൊ ആർക്കും അങ്ങനെ ആ സമയത്ത് ട്രൂപ്പ് ഉണ്ടായിരുന്നില്ല. ഇപ്പം മധുബാലകൃഷ്ണൻ സ്വന്തം ട്രൂപ്പൊക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ആ സമയത്ത് ഇങ്ങനെ എല്ലാവരും തന്നെ പല ഷോയിലും പല സ്ഥലത്തും ഒക്കെ ആയിട്ട് അങ്ങനെ പല രീതിയിലും കൂടിയിട്ടുണ്ട്. അതുകൂടാതെ സ്റ്റുഡിയോ വർക്കുകൾക്ക് എനിക്ക് സ്റ്റുഡിയോ ഉള്ള സമയത്ത് പാടാനായിട്ട് ഇപ്പൊ മാർക്കോസ് ചേട്ടൻ വരുമായിരുന്നു, PJ ചന്ദ്രൻ സാറ് വന്നിട്ടുണ്ട്, മധുബാലകൃഷ്ണൻ സ്ഥിരം പാട്ടുകാരായിരുന്നു, ബിജുരാൻ വന്നിട്ടുണ്ട്, കെസ്റ്റർ, നമ്മുടെ ഗണേഷ് സുന്ദരം, അനൂപ്, സുദീപായിട്ട് ഞാൻ ഒരു
റിലേഷൻ കൂടിയാണ്, ബന്ധുക്കാരൻ കൂടിയാണ്. അങ്ങനെ ഉള്ള ഷോയും പ്രോഗ്രാമും റെക്കോർഡിങ്ങും എല്ലാവരും ഞങ്ങൾ എപ്പോഴും എല്ലാവരും അങ്ങോട്ടൊക്കെ സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. എല്ലാവരുടെയും കൂടെ എപ്പോഴും വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത്രയും വർഷത്തെ സംഗീത ജേണിയിൽ ചേട്ടൻ സിനിമാ മേഖലയിലും വർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതിലുള്ള എക്സ്പീരിയൻസസ് ആരുടെയൊക്കെ കൂടെയാണ് ചേട്ടൻ വർക്ക് ചെയ്തത്? ഞാനിപ്പോ ആദ്യം വായിച്ചു തുടങ്ങും, നമ്മൾ സ്റ്റുഡിയോ ചെല്ലുമ്പോൾ ആദ്യമേ സിനിമയായിട്ടും ചെന്ന് വിടില്ല. ആദ്യം നമ്മൾ ചെറിയ ചെറിയ കാസറ്റ് വർക്കുകൾ, ആൽബംസ്, പിന്നെ നാടകങ്ങൾ. അപ്പൊ അന്നത്തെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മ്യൂസിക്കാണ് സെബി നായരമ്പലം, കലൂർ ബാലൻ, കുമരൻ രാജപ്പൻ, അങ്ങനെയുള്ള ആൾക്കാർ, അവരൊക്കെ നാടകങ്ങൾ ചെയ്യുന്ന ആൾക്കാർ. അവരോട് അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആണ്. ഭയങ്കര സ്പീഡിൽ വർക്ക് ചെയ്യണം. പിന്നെയാണ് നമ്മൾ സിനിമയിലേക്കൊക്കെ പതിവ് തരുന്നത്. അപ്പൊ എനിക്ക് അങ്ങനെ പെട്ടെന്ന് എടുത്ത് പറയാനുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മ്യൂസിക് ഡയറക്ടർ ഉണ്ട്, ജോൺസൺ മാസ്റ്റർ. ജോൺസൺ മാഷിന്റെ പാട്ടുകൾ, ഞാനൊരു ഡ്രമ്മർ ആണെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ജോൺസൺ മാഷിന്റെ പാട്ടുകളാണ്. അപ്പൊ ജോൺസൺ മാഷിന്റെ കൂടെ എനിക്കൊരു സിനിമ വർക്ക് ചെയ്യാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ട്, 1000 എന്നൊരു സിനിമ. പക്ഷെ ആ സമയത്ത് എന്തോ ഒരു കേസിലൊക്കെ പെട്ട സിനിമ അന്ന് റിലീസായില്ല, പക്ഷെ പിന്നെ റിലീസായി. നല്ലൊരു സിനിമയായിരുന്നു. പിന്നെ ബേണി ഇഗ്നേഷ്യസിന്റെ കൂടെ കല്യാണരാമന്റെ കുറച്ച് റീൽസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അലക്സ് പോൾ സാറിന്റെ കൂടെ ക്ലാസ്മേറ്റ്സിന്റെ കുറച്ച് കുറച്ച് റീലുകൾ. പിന്നെ ജെറിമാഷിന്റെ ബാൻഡിൽ ഞാൻ കുറെ നാൾ വായിച്ചിട്ടുണ്ട്. ബിജിബാലിന്റെ കൂടെ ലൈവ് ഷോ എനിക്ക് ഞാൻ വായിക്കാറുണ്ട്. ഈ അടുത്തൊരു ആൽബം, ഒരു ക്ലാസിക്കൽ ഒരു ആൽബം ചെയ്തിരുന്നു. അതിൽ ഞാൻ തന്നെയാണ് അതിന്റെ പ്രോഗ്രാമിങ്ങും ഡ്രമ്മും എല്ലാം വായിച്ചാണ് ഞാൻ തന്നെയാണ്. അപ്പോൾ അങ്ങനെ കുറെ പേരോട് അർജുൻ മാഷിന്റെ കൂടെ, മാഷ് മരിക്കുമ്പോൾ ഒരു ക്രിസ്ത്യൻ ഡിവോഷണൽ വർക്കിന് സഹകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ കുറെ പേരോട് വായിക്കാൻ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. എനിക്കിതൊക്കെ നമ്മുടെ ഒരു ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള വർക്കുകൾ ഏതൊക്കെയാണ്? ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വർക്ക് ഏതാണെന്ന് വെച്ചാൽ, ഹിറ്റായിട്ടുള്ള വർക്ക് ലോക എന്നുള്ള സിനിമയിൽ റീ റെക്കോർഡിങ്ങിന് വായിക്കാം. റീ റെക്കോർഡിങ് പശ്ചാത്തല സംഗീതം. അതിൽ ഒത്തിരി ഫോറിനേഴ്സ് ഉണ്ട്, അവരുടെ കൂടെ എൻ്റെ പാർട്ടാവാൻ സാധിച്ച പടത്തിന്റെ. ഞാനും സന്ദീപ് എന്ന സുഹൃത്തുക്കളാണ് വായിച്ചിരുന്നത്. അതിനുശേഷം ജെയ്ക്സ് ബിജയുടെ തന്നെ പള്ളിച്ചട്ടം എന്നൊരു ഈ അടുത്തൊരു മൂവി ഇറങ്ങി. അതിലും റീ റെക്കോർഡിങ്ങിന് ലൈവ് വായിക്കുകയാണ് ചെയ്തത്. ലൈവ് മെഷീൻ ഡ്രം വായിക്കുകയാണ് ചെയ്തത്. ഇത്രയും കാലത്തെ ഈ സംഗീത യാത്രയിൽ ഇപ്പം ഒരുപാട് സൗഹൃദ വലയങ്ങൾ ചേട്ടന് ഉണ്ടാവും. അവരാരൊക്കെയാണ്? അങ്ങനെ പറഞ്ഞാൽ ഒത്തിരി സുഹൃത്തുക്കൾ. ഞാൻ എവിടെ ചെന്നാലും കുറെ സൗഹൃദങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളാണ്. അപ്പോൾ കോട്ടയത്തായാലും തൃശ്ശൂരായാലും എനിക്ക് കുറെ സൗഹൃദങ്ങളുണ്ട്. പക്ഷെ കലാമേഖല നമ്മുടെ ഈ ഇതിന്റെ അകത്ത് സംഗീതം മാത്രമല്ലല്ലോ, മറ്റുള്ള മേഖല. ഇപ്പൊ ലിറിക്സ് നമ്മുടെ സന്തോഷ് വർമ്മ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. എനിക്ക് സ്റ്റുഡിയോയിലപ്പോൾ എപ്പോഴും വരുമായിരുന്നു. ഞങ്ങളങ്ങനെ ഇപ്പോഴും ഇടയ്ക്ക് വിളിക്കലും കാര്യങ്ങളുണ്ട്. അതുപോലെ നമ്മുടെ രമേശ് പിഷാരടി, ഇപ്പോഴത്തെ പാലക്കാട് MLA പിഷാരടി, നമ്മുടെ തൃപ്പൂണിത്തുറ താമസിക്കുമ്പോൾ ഞങ്ങളൊക്കെ ഒന്നിച്ച് ഭയങ്കര സൗഹൃദങ്ങളായിരുന്നു. അതുപോലെ മിൻമിനി ചേച്ചി, എനിക്ക് മറക്കാൻ അല്ലെങ്കിൽ പറയാൻ വിട്ടുപോകാൻ പാടില്ലാത്ത ഒരാളാണ് മിൻമിനി ചേച്ചി. എൻ്റെ വീട്ടിൽ എന്താവശ്യം ഉണ്ടെങ്കിലും എല്ലാം, ഞാൻ ചേച്ചിയുടെ വീട്ടിലാണെങ്കിലും എന്തെങ്കിലും ചേച്ചിയുടെ മോനെന്ന് വിളിക്കുന്നത്. സ്റ്റേജിൽ പരിചയപ്പെടുത്തുമ്പോഴും ബിനീഷിന്റെ അനിയനാണ്ടാന്നാണ് ചേച്ചി പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഒരു അടുത്ത ഒരു ബന്ധമുണ്ട്. അതുപോലെ സുദീപായിട്ടും വളരെ നല്ല അടുത്തൊരു സൗഹൃദമാണ്. മറ്റുള്ള എല്ലാവരും നല്ല സൗഹൃദം തന്നെയാണ്. എല്ലാവരും ആരും അങ്ങനെ നമ്മളോട് അങ്ങനെ ഒരു അകൽച്ച കാണിക്കാറില്ല. എല്ലാവരും നല്ല സൗഹൃദം തന്നെയാണ്. എന്നാലും മിൻമിനി ചേച്ചിയൊക്കെ നമുക്ക് ഏറ്റവും അടുത്തൊരാൾക്കാരാണ്. ചേട്ടൻ അമേരിക്കൻ ബുക്ക് ഓഫ് റെക്കോർഡൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾ, വേറെ ഏതൊക്കെ അവാർഡുകളാണ് ചേട്ടന് കിട്ടിയിട്ടുള്ളത്? അമേരിക്കൻ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയത് എന്തിനാണ്? അതൊക്കെ ഒന്ന് പങ്കുവെക്കാവോ നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട്? അവാർഡ് കിട്ടിയത് അമേരിക്കൻ ബുക്ക് ഓഫ് റെക്കോർഡ് ഒന്ന്, പിന്നെ ബെസ്റ്റ് ഇന്ത്യ എന്നുള്ള, പിന്നെ യൂണിവേഴ്സൽ റെക്കോർഡ് ഫോറം. ഇത് ഒരു 24 hour ലൈവ് ഞങ്ങൾ കൊറോണ സമയത്ത് ഒരു ഫേസ്ബുക്ക് ലൈവ് ചെയ്തിരുന്നു. ഇതിന് കിട്ടിയ അവാർഡുകളാണ്. പിന്നെയുള്ള കുറച്ച് അവാർഡുകൾ വേറെ ഉണ്ട്. എല്ലാത്തിനും പേര് നമുക്ക് അവർക്ക് പറയാൻ പറ്റും. ചേട്ടന്റെ ഫാമിലിനെ കുറിച്ച്, അവരുടെ വിശേഷങ്ങൾ, വീട്ടിൽ ആരൊക്കെയുണ്ട്, അതിനെ കുറിച്ചിട്ടൊക്കെ ഒന്ന്. വൈഫ് സിംഗറാണ്. പിന്നെ മോൻ, അവൻ ബെൻ, അവൻ ഡിഗ്രി കഴിഞ്ഞ് ഇപ്പൊ മ്യൂസിക് പ്രൊഡക്ഷനിലേക്ക് ഇറങ്ങിയാണ്. അവർക്കൊരു സൂപ്പർ 35 എന്നൊരു കമ്പനി ഉണ്ട്. അപ്പം കഴിഞ്ഞ ഓണം മൂടുന്നുള്ള ഹിറ്റ് പാട്ട് ആ സൂപ്പർ 35 ആണ്. അവന്റെ SFX ഒക്കെ ചെയ്യുന്ന മോനാണ്. ഇപ്പൊ അതുകൊണ്ട് ഉണ്ണിമുഖത്തിന്റെ ഒരു പുതിയ പ്രൊഡക്ഷനിൽ അവർ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു പടത്തിന്റെ വർക്കിലാണ് അവര്. പിന്നെ പുതിയ മൊബൈൽ ഫോണ്, റിയൽമി ഓക്സിജൻ, അങ്ങനെ എന്തോ വർക്കുകൾ, അഡ്വർടൈസ്മെന്റ് വർക്കുകൾ. അതൊന്നും നമ്മൾ പറയില്ല, അവരവരുടെ മേഖലയിൽ അവർ തിരക്കാണ്. ഇളയവൻ +2 പഠിക്കണം. പുള്ളിക്ക് നന്നായിട്ട് പാടും, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് സോങ്സ് ഒക്കെ നന്നായിട്ട് പാടുമെങ്കിലും പുള്ളിക്ക് താല്പര്യം ഫുട്ബോളാണ്. അങ്ങനെ പുള്ളി അതിന്റെ പുറകെ നടക്കണം. തുടക്കത്തിൽ ചേട്ടന് ഫാമിലിയിൽ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടില്ല, ചേട്ടൻ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്താണ് പഠിക്കാൻ പോയതും ഒക്കെ എന്ന് പറഞ്ഞു. അപ്പൊ കുട്ടികളെ ചേട്ടൻ തന്നെ പഠിപ്പിക്കാൻ വിട്ടോ, അതെയോ അത് കുട്ടികൾ ഇങ്ങോട്ടേക്ക് പറയുകയാണോ ചെയ്തത്? ഞാൻ പഠിപ്പിക്കാൻ വെച്ചാൽ അവർക്ക് അങ്ങനെ ഒരു തിരിച്ചറിവാണതിന് മുമ്പേ ഞാൻ ഇവരെ പഠിപ്പിക്കാൻ, പിയാനോ ഒക്കെ പഠിപ്പിക്കാൻ വിട്ടു. അപ്പൊ അവരും കുഞ്ഞിലെ ഡ്രംസ് എന്ന് പറഞ്ഞു. ഞാൻ ഡ്രംസ് നിനക്ക് വായിക്കാൻ പറ്റും, വീട്ടിലുള്ള ഡ്രം ഉണ്ടല്ലോ, നീ പിയാനോ പഠിക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെ പിയാനോ പഠിപ്പിക്കാൻ വിട്ടു. അവനെ ഇളയവനെ ഗിറ്റാർ പഠിപ്പിക്കാനൊക്കെ വിട്ടെങ്കിലും പുള്ളിയുടെ ഇൻട്രസ്റ്റ് ഫുട്ബോളിലായതുകൊണ്ട് പുള്ളി അങ്ങനെ അതിലായിട്ട് അധികം പോണില്ല. മൂത്തവൻ വീട്ടിൽ സിസ്റ്റം ഉണ്ട്, പിയാനോ ഒക്കെ ഉണ്ട്, അതിനുള്ള പ്രോഗ്രാമിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യണം.
അപ്പൊ ഇളയാള് പാട്ടൊക്കെ പഠിച്ചിരുന്നു? പാട്ട് പഠിച്ചിരുന്നു, പക്ഷെ അവർക്ക് പുള്ളി ഇൻട്രസ്റ്റ് ഫുട്ബോളിൽ. ഇപ്പൊ ഫുട്ബോൾ കോച്ചിങ്ങിന് കൊണ്ടുപോലെയാണ്. അപ്പൊ ഇത്രയും യാത്രകളിലൂടെ ഇപ്പൊ ഇവിടെ എത്തി. നിലവിൽ ചേട്ടൻ എന്താണ് ചെയ്യുന്നത്? മഴ ബാൻഡിനെ പറ്റിയൊക്കെ കേട്ടു. അപ്പൊ അതിനെ കുറിച്ചിട്ട് അതെന്തോ ഒരു ഡിഫറെന്റ് സ്റ്റൈലാണെന്നൊക്കെ ഇങ്ങനെ കേട്ടിരുന്നു. അപ്പം അതിനെ കുറിച്ചിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാവോ? നിലവിൽ ഇപ്പൊ ഞാൻ ചെയ്യണത് പഴയൊരു വിൽസൺ ഓഡിയോസ് ഒരു പ്രൊഡക്ഷൻ കമ്പനി ഉണ്ട്, കാസറ്റ്. നമ്മളെല്ലാം ഒത്തിരി പേര് കണ്ടിട്ടുണ്ടാവും, പണ്ട് തുടങ്ങി നമ്മൾ കാണുന്ന ഒരു കാസറ്റ്. അവർക്ക് ഒത്തിരി വർക്കുകൾ ഇപ്പൊ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നമ്മുടെ കുറച്ച് ഫ്യൂഷൻ പ്രോഗ്രാം ഒക്കെ ഉണ്ട്. ഞാൻ തുടങ്ങിയൊരു ബാൻഡാണ് മഴ. മഴ എന്നുള്ള ബാൻഡ് തുടങ്ങാൻ കാരണം, ഞാൻ കഴിഞ്ഞ ഒരു 1-2 വർഷം കുറച്ച് പ്രോഗ്രാം കാണാൻ പോയപ്പോൾ ഈ സൗണ്ട് സിസ്റ്റത്തിന്റെ അതിപ്രസരം കാരണം ഈ ഓഡിയൻസ് തുള്ളുന്നുണ്ടോ എന്ന് മാത്രമാണ് ഓഡിയൻസും ഈ കമ്മിറ്റിക്കാരും ഈ പ്രോഗ്രാം ട്രൂപ്പേരും നോക്കാനുള്ളത്. ആ പ്രോഗ്രാം ജനങ്ങൾ ആസ്വദിക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കാനുള്ള. ഒരു 10-25 പേരൊക്കെ തുള്ളുന്നുണ്ട്, അപ്പൊ പരിപാടി വിജയിച്ചു. ഇതാണ് കമ്മിറ്റിക്കാരുടെയും ട്രൂപ്പുകാരുടെയും ധാരണ. അപ്പൊ ഈ പ്രോഗ്രാം അങ്ങനെയല്ല, ഒരു മ്യൂസിക് പ്രോഗ്രാം അങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നി. അപ്പൊ ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ, ഈ പതിവ് തുള്ളിക്കളിക്കാൻ പറ്റിയ പാട്ടുകളല്ല, നല്ല കേൾക്കാൻ ആളുകൾ ആഗ്രഹിക്കുന്ന കുറെ പാട്ടുകളുണ്ടല്ലോ, അതിനൊരു ഫ്രീ സ്റ്റൈൽ വെച്ചാൽ ആ കാസറ്റിൽ എങ്ങനെ ഓർഡർ അങ്ങനെയല്ല, ലൈവ് വായിക്കുന്ന ആളുകളെ, ലൈവ് പെർഫോം ചെയ്യാൻ കഴിവുള്ള കപ്പാസിറ്റിയുള്ള ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് സീക്വൻസ് ചെയ്ത് നമ്മളിങ്ങനെ സ്വിച്ച് ഇടുന്ന ഒരു സംഭവം ചെയ്യാൻ ഈസിയാണ്. എൻ്റെ ആർഗ്യുമെന്റ്സ് ഒക്കെ സീക്വൻസ് സ്വിച്ച് ഇട്ട് ഞാൻ പൊക്കോളാം. അതെല്ലാം ചെയ്യണേ ലൈവ് സ്റ്റേജിൽ ഗിറ്റാർ എല്ലാവരും ലൈവ് ആ സ്പോട്ടിൽ അവർക്കുടെ മനസ്സിൽ എന്ത് ഇംപ്രൈസ് ചെയ്ത് വായിക്കാമെന്നു അങ്ങനെ പോണ രീതിയിൽ ഞാൻ ഉള്ള പ്രോഗ്രാം ഞാൻ ചെയ്യണത്. പിന്നെ ഞാൻ ഒരു വെന്യൂ കല്യാണം, ഒരു ഓഡിറ്റോറിയമെങ്കിൽ അവിടെ വരുന്നത് കല്യാണം കൂടാനാണ്. അപ്പൊ പ്രോഗ്രാം അതിന്റെ ഡിസ്റ്റർബൻസ് ആയി വരുമ്പോൾ ആൾക്കാർക്ക് പ്രശ്നമായിട്ട് കുറെ പ്രോഗ്രാം ഒഴിവാക്കണം ആൾക്കാർ. ഞാൻ അവിടെ എപ്പോഴും ഒരു 50 പേർക്ക് കേൾക്കാൻ ഭാഗത്തിന് ഒളിയെ വെക്കുള്ളൂ. അപ്പൊ എന്താ ഗുണം എന്ന് വെച്ചാൽ, ഇഷ്ടമുള്ളവർക്ക് കേൾക്കാം, അല്ലാത്തവർക്ക് അപ്പുറത്ത് പോയി സംസാരിക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനത്തെ കുറെ എൻക്വയറി വരുന്നത് എനിക്ക്. ആ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ പ്രോഗ്രാം ചെയ്യുന്നത്. മഴ എന്നാണ് ബാൻഡിന്റെ പേര്. അത് അവർക്ക് എന്താണോ വേണ്ടത്, ഇപ്പൊ ഫ്ലൂട്ട് സോളോ ആണെങ്കിൽ ആ രീതിയിൽ, വയലിൻ സോളോ ആണെങ്കിൽ ആ രീതിയിൽ, അതല്ല സിംഗേഴ്സൊക്കെ ഒരു മ്യൂസിക് അങ്ങനത്തെ ഒരു പാട്ടുകളാണ് ആ രീതിയാണ്. അങ്ങനെ ആ രീതിയിലുള്ള ഒരു പ്രോഗ്രാമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കലാഭവൻ ചേട്ടന്റെ പാട്ടുകളൊക്കെ ഇന്നും ജനഹൃദയങ്ങളിൽ തങ്ങി നിൽക്കുന്നതാണ്. നമുക്ക് അത്രയും ആസ്വദിച്ച് കേൾക്കാൻ പറ്റുന്ന പാട്ടുകളാണ്. അതിലൊക്കെ ചേട്ടൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന്റെ കുറച്ച് ഓർമ്മകളും അനുഭവങ്ങളും ഒക്കെ ഒന്ന് പങ്കുവെക്കും. മണിച്ചേട്ടന്റെ വർക്കുകൾ ഞാൻ സിദ്ധാർത്ഥ വിജയനാണ് മ്യൂസിക് ചെയ്യണത്. സിദ്ധാർത്ഥ വിജയൻ മാഷ്, പുള്ളി മരിച്ചുപോയി. മാഷിന്റെ വർക്ക് ഓൾമോസ്റ്റ് കൂടുതൽ വർക്ക് ചെയ്യുന്നത് എനിക്ക് ഷക്കീർ ജാക്സൺ ടീമാണ് എൻ്റെ ഓർക്കസ്ട്ര ചെയ്തിരുന്നത്. കുറെ വർക്ക് ഞാനും കീബോർഡ് മധുപ്പോളോട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ പാട്ടുകൾ ഏതാണെന്ന് നമുക്ക് പെട്ടെന്ന് നമുക്ക് പറയാനില്ല, കാരണം നമ്മൾ വായിക്കാൻ ലിറിക്സ് ഉണ്ടാവണമെന്നില്ല. എന്നാലും ഒരു ഓർമ്മയിൽ എനിക്കാണ് ഈ ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോ, പിന്നെ അതുപോലെ അപ്പരല് ഇപ്പരല്, പിന്നെ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ പാട്ടുകൾ ഓർമ്മ കിട്ടില്ല. എന്നാലും കുറെ വർക്ക് വെച്ചിട്ടുണ്ട്. കുറെ വർക്ക് എറണാകുളത്തായിരിക്കും, ചിലപ്പോൾ ചാലക്കുടിയിൽ സ്റ്റുഡിയോയിലുണ്ട് ചെയ്യാറുണ്ട്, പിന്നെ തൃശ്ശൂർ വെച്ചിട്ടുണ്ട്. അപ്പൊ മണിച്ചേട്ടൻ എല്ലാ വർക്കിനും ചിലപ്പോൾ അവിടെ ഉണ്ടാവണമെന്നില്ല, പുള്ളി ഷൂട്ടിങ്ങിനായിരിക്കും. എന്നാലും കുറെ വർക്കുകൾക്ക് ഒന്നിച്ച് അവിടെ ഉണ്ടായിട്ടുണ്ട്. മണിച്ചേട്ടൻ്റെ ലൈവ് സ്റ്റേജ് പ്രോഗ്രാമിന് ഞാൻ കുറെ വായിച്ചിട്ടുണ്ട്, കുറെ സ്റ്റേജ് ഷോ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ആ സമയത്ത്. ചേട്ടനിപ്പോ സാംസ് മീഡിയയുടെ സാംസ് ടോക്സിന്റെ ഫ്ലോറിലാണുള്ളത്. അപ്പോ സാംസ് മീഡിയ ആയിട്ട് ചേട്ടന്റെ കണക്ഷൻ എന്താണ്? ആ ഒരു ആത്മബന്ധത്തെ പറ്റി പറയാം. സാംസ് മീഡിയയുടെ മെയിൻ ആള് നമ്മുടെ ജോൺസൺ ആണ്. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, വർഷങ്ങളായിട്ടുള്ള സൗഹൃദമാണ്. ജോൺസൺ മിടുക്കനായിട്ടുള്ള ഒരു മ്യൂസീഷ്യനാണ്. വെച്ചാൽ ഒത്തിരി അതിനുവേണ്ടി ഒത്തിരി എഫേർട്ട് എടുക്കുന്ന ആളാണ്. പറയാൻ കാര്യം, പുള്ളി ആദ്യം കീബോർഡ് വായിച്ച് തുടങ്ങുമ്പോഴാണ് നമ്മൾ കാണുന്നത്. പിന്നെ പുള്ളി വയലിൻ, പിന്നെ സാക്സ്, അങ്ങനെ വേറെ വഴി കൂടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ നന്നായിട്ട് കമ്പോസ് ചെയ്യും. പാട്ട് ചെയ്യണതിന് നല്ലൊരു ലീഡുള്ള പാട്ടുകളാണ്. ഇപ്പൊ കമ്പോസ് ചെയ്യാൻ എല്ലാവരും ചെയ്യെങ്കിലും ജോൺസൺ ചെയ്യുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയാനും, പി ജയചന്ദ് സാർ പാടിയൊരു ഫിലിം സോങ് ഞങ്ങൾ ജോൺസന്റെ ഓൾമോസ്റ്റ് എല്ലാ വർക്കിന്റെ ഹൃദയം ഞാനാണ് ചെയ്തേക്കുന്നത്. ഈ പി ജയചന്ദ് സാർ പാടിയൊരു ഫിലിം സോങ് ചെയ്തിട്ടുണ്ട്, നല്ല പാട്ടാണ്. ജോൺസൺ മ്യൂസിക്, ഓർക്കസ്ട്രയും ജോൺസൺ ചെയ്തത്. അപ്പൊ അത് വർഷങ്ങളായിട്ടുള്ള ഒരു സൗഹൃദമാണ്. നല്ലൊരു കഠിനാധ്വാനിയാണ്, നല്ലൊരു മ്യൂസീഷ്യനാണ്, പിന്നെ നല്ലൊരു വ്യക്തിയും കൂടിയാണ്. ഇപ്പോഴും നിലനിർത്തിക്കൊണ്ടു. അപ്പൊ ചേട്ടൻ ഇത്രയും നേരം ഞങ്ങളോട് ഒരുപാട് വിശേഷങ്ങൾ പങ്കുവച്ചു, ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി. ഇപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി. ചേട്ടനപ്പൊ ഇനിയും ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. എല്ലാവിധ ആശംസകളും. അപ്പോ എന്നെ ഈ സാംസ് മീഡിയയുടെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് വിളിച്ച, സാംസ് ടോക്കിലേക്ക് വിളിച്ച ജോൺസൺ, എൻ്റെ പ്രിയ സുഹൃത്തിനും ഈ സാംസ് ടോക്സിനും എൻ്റെ എല്ലാവിധ ആശംസകളും. ഇനിയും ഒരുപാട് ഒത്തിരി ഒത്തിരി ഉയരങ്ങളിലേക്ക് പറക്കട്ടെ. നന്ദി, നമസ്കാരം.